ഹലോ കേസ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിലാസിനെ നമ്മുടെ ഗോവിന്ദ് കൈപിടിച്ച് തട്ടിപ്പൈ ഉണർത്തുവാണ് കേട്ടോ. അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിലാസിനെ ഒരു ഒന്നുമില്ല മോളെ, ചെറിയ എന്തൊരു ക്ഷീണം പോലെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പറയും മോളെ നിങ്ങളിപ്പോൾ കൊച്ചിറങ്ങുന്നതിന് മുമ്പ് പ്രിയ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രശ്നം എവിടെ ഉണ്ടാവരുത്, അത് അവളുടെ ഐശ്വര്യക്കേടാന്ന് ആൾക്കാർ പറയുന്നുണ്ട്. രാഹുകാലത്തിന് മുമ്പ് പ്രിയമോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിലാസിനെ ഓർക്കെ പറയണം കേട്ടോ. അപ്പോൾ ഭദ്രൻ പറയാം അതെ ഇവക്ക് കുഴപ്പമൊന്നുമില്ല, ഇവക്ക് എന്ത് കുഴപ്പം വരാനാ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വിലാസിനോട് യാത്ര പറയുകയാണ് പ്രിയമോള്. ആ സമയത്ത് പ്രിയയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രിയ തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയയുടെ ഹസ്ബൻഡിനോടൊക്കെ യാത്ര പറയുവാണ് കേട്ടോ. വിനോദിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരത്തേക്ക് ഷിബുവിനെ വിളിച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ബാക്കിയെല്ലാം വണ്ടി മാറ്റിയിട്ട് ഞാനും ഗീതുവിൻ്റെ അമ്മയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേക്കാം, ഈ വണ്ടികളെല്ലാം നേരെ പ്രിയമോളെയും കൊണ്ട് വീട്ടിലോട്ട് പൊക്കോളാൻ പറയുകയാണ്. അങ്ങനെ പ്രിയ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഗീതുവും ഗോവിന്ദും വിലാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വിലാസിനെ വീണ്ടും തല ഇറങ്ങി വീഴുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വിനോദ് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭദ്രം പയ്യെ കയ്യെ പിടിച്ച് പുറകോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എടാ അവൾ അഭിനയിച്ച് തകർക്കുക, അവളെന്തോ സെൻറ്റിമെൻസിനുള്ള പുതിയ പരിപാടി ഇടുക, ആ സെൻറ്റിമെൻറ്റ്സെ പിടിച്ച് കയറിയിട്ട് വേണം എനിക്കിനി ഗോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഒപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനോദും അതിങ്ങനെ വിശ്വസിച്ച് നിൽക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് എമർജൻസി ആയിട്ട് സർജറി വേണം, ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അതെന്താ സാർ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇനിയിപ്പോൾ ഒട്ടും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ കൺസേൺ ഫോമൊക്കെ സൈൻ ചെയ്യുവാണ്. വിലാസിന് കയറുന്നതിന് മുമ്പ് ഗീതുവിനോട് പറയുന്നുണ്ട് മോളെ പോവുക എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയും പോയിട്ട് വരാമെന്ന് പറയാമേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ വിലാസിനെ അപ്പം തന്നെ സർജറിക്ക് കയറ്റുവാണ്. ഗോവിന്ദിൻ്റെ അടുത്ത് ഗീതു വരുന്നു, പിന്നെ പൊട്ടിക്കരയാണ് കേട്ടോ. കരയുന്ന സമയത്ത് ഗോവിന്ദിനോട് ഗീതു ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഭദ്രൻ്റെ മകളായ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടാന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ ഗീതുവിൻ്റെ ഇഷ്ടം ചെറിയ രീതിയിൽ പറയുവാണ് കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും ഇപ്പോഴും ഉള്ളിലെ പ്രണയമാണോ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഗോവിന്ദ് പറയും നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദ് നിർത്തും. ഹോസ്പിറ്റലാകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത്. അത് കഴിയുമ്പോഴത്തേക്കും പറയും എന്തായാലും നിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാമെന്ന് പറയണം കേട്ടോ. ഗീതു ചോദിക്കും എന്താ പറയാമെന്നേ പറ ഗോവിന്ദേട്ടാ എന്ന് ഗീതു ഒരുപാട് പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗീതുവും ചിന്തിക്കും കറക്റ്റാണ് ഹോസ്പിറ്റലല്ലേ വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. എന്നിട്ട് ഗീതു പറയും ഗോവിന്ദേട്ടൻ വീട്ടിൽ പോയിക്കോ, ഞാൻ എന്തായാലും വീട്ടിൽ പറയാതിരിക്കാൻ പറ്റുമല്ലോ, ഞാൻ വിനോദിനെ വിളിച്ചിട്ടുണ്ട്, അച്ഛനോടും വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് പ്രിയയുടെ മുറിയിലോട്ട് രഞ്ജു കയറി വരുവാണ്. രഞ്ജു പറയുവാണ് ഇത് ഞാൻ കിടന്നുകൊണ്ടിരുന്ന മുറിയായത് എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും പ്രിയ തിരിച്ച് ചൂടാവുകയാണ് കേട്ടോ. നീ കിടന്നുകൊണ്ടിരുന്ന മുറിയാണോ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ടല്ലേ നീ കിടന്നേ, അല്ലാണ്ട് ഇത് എൻ്റെ മുറി തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ആ സമയത്ത് രാധികമാമി അങ്ങോട്ട് വരുവാണ്. രാധികമാമിയെ കാണുന്ന പാടെ നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട് ഇനി മാമി ബാക്കി നോക്കിക്കോളും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. ആ സമയത്ത് രഞ്ജു പറയുന്നുണ്ട് സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും ഇന്ന് നിൻ്റെ ചേച്ചിയായിട്ട് ഞാൻ വരും എന്ന് പറയുവാണ് കേട്ടോ. ഗോവിന്ദേട്ടന് ഞാൻ പെങ്ങളെ പോലെയാന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നിട്ട് രാധിക പറയുവാണ് അത് ഗോവിന്ദ് ഒരവസരത്തിൽ അങ്ങ് പറഞ്ഞു എന്നും വെച്ചുകൊണ്ട് നീ ഇത് മുതലെടുക്കാനും നിൽക്കണ്ട, പ്രിയ കിടന്നുകൊണ്ടിരുന്ന മുറി. എന്നിട്ട് പ്രിയോട് പറയുന്നുണ്ട് മോളെ നീ BP കൂട്ടാതെ ഈ അവസ്ഥയിൽ അത് കുഞ്ഞിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രഞ്ജു ഒന്ന് ചെറുതായിട്ട് തണുക്കുവാണ് കുഞ്ഞിനെക്കുറിച്ച് ഓർത്തും. പിന്നെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെങ്ങളാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ ഉത്തരവില്ലാത്തതുകൊണ്ടും ഇങ്ങനെ രഞ്ജു ഒതുങ്ങിയിട്ട് പറയുകയാണ് എനിക്ക് വേറെ ഏതൊരു മുറി മതി, കാഞ്ചന റൂം കാണിച്ചു തരാൻ പറയുന്നുണ്ട്. അപ്പം കാഞ്ചന പറയുകയാണ് മാഡം വരും എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ മുകളിൽ മുറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ സാധനമെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, റൂം ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടും അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ രാധികാമാമി പറയുന്നുണ്ട് പ്രിയയുടെ മോളെ വിഷമിക്കാതെ നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് കാഞ്ചനയോട് പോകുന്ന നമ്മുടെ രഞ്ജു മുകളിലോട്ട് കയറുന്ന സമയത്ത് കാഞ്ചനനെ പിടിച്ച് നിർത്തുവാണ് കേട്ടോ രാധിക. എന്നിട്ട് രാധിക പറയുന്നുണ്ട് നിന്നെ എന്തിനാ എപ്പം ഞാൻ വിളിച്ചതെന്നറിയോ, നീ രഞ്ജുവിൻ്റെ അസുഖത്തെപ്പറ്റി അവളോട് പറയണം, അവൾക്കിങ്ങനെ അസുഖം ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്, അസുഖത്തിൻ്റെ പേര് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയണമെന്ന് പറയും. അപ്പോഴും പിന്നെയും കാഞ്ചന മറന്നു പോകണം കേട്ടോ. എന്നിട്ടും പിന്നെയും കാണാപ്പാടം പഠിച്ച് ഒരു കണക്കിന് പുള്ളിക്കാരി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് വരുൺ അവിടെ വന്നിട്ട് ചോദിക്കും അമ്മ കാഞ്ചനോട് എന്ത് രഹസ്യമാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ പറയും ഞാൻ കാഞ്ചനോട് രഞ്ജുവിൻ്റെ അസുഖത്തെ പറ്റിയാണ് പറഞ്ഞത്, അത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യമാക്കാൻ വേണ്ടിയിട്ട് കാഞ്ചനയ്ക്ക് നല്ല കഴിവാണല്ലോ, അത് അവൾ നോക്കിക്കോളും എന്ന് പറയും. അപ്പോഴത്തേക്കും പറയും ഇവളെന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ പറയാം നീ കണ്ടോ, കാണാൻ പോകുന്ന പോലും പറയണ്ടല്ലോ എന്ന് പറയുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.